യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അനേകം അത്ഭുതങ്ങൾ കണ്ടിട്ടും മാനസാന്തരത്തിൻ്റെ ലക്ഷണം പോലും കാണിക്കാതിരുന്ന നഗരങ്ങളെയാണ് ഈശോ കുറ്റപ്പെടുത്തിയത്. ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ സംരക്ഷണം മുതൽ ഇങ്ങോട്ട് എന്തുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുക. നമ്മുടെ തലയിലെ മുടിനാര് പോലും എണ്ണി തിട്ടപ്പെടുത്തിയ, അത് അവിടുന്ന് അറിയാതെ ഒന്നുപോലും കൊഴിയാത്ത ആ പരിപാലന തന്നെ എത്രയോ വലിയൊരു അത്ഭുതമാണ്. നിരന്തരം അനുദിനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്തുമാത്രം മാനസാന്തരപ്പെട്ടു, വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാൻ സാധിച്ചോ? വിശുദ്ധ കുർബാനകൾ അനുദിനം പങ്കെടുത്താലും എന്തുമാത്രം പ്രാർത്ഥിച്ചാലും ഹൃദയം ഈശോയുടേതുപോലെ ആയിത്തീരുന്നില്ലെങ്കിൽ അതൊരു മാനസാന്തരമല്ല. ഈശോയെപ്പോലെ ചിന്തിക്കാൻ, സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയെപ്പോലെ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ, സേവനം സ്വീകരിക്കുന്നതിനേക്കാൾ സേവനം ചെയ്യാൻ, സഹിച്ച് സ്നേഹിക്കാൻ, നഷ്ടങ്ങൾ സഹിച്ച് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.